ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നാം എപ്പോഴും ഓർക്കേണ്ടതായ ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ നടുവിലുണ്ട് എന്നുള്ളതാണ്. ദുഷ്ടനായ ശത്രു പലപ്പോഴും ഈ ഒരു കാര്യം നമ്മിൽ നിന്ന് മറച്ചു വയ്ക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മൾ ആരെല്ലാം ഇവിടെ വന്നാലും കർത്താവായ യേശു ക്രിസ്തു വാക്ക് മാറാത്തവനായി നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തെ ആരാധിക്കുക മാത്രമല്ല, ആ യേശു നമ്മോട് സംസാരിക്കുകയും കൂടെ ചെയ്യും. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഈ ലോകത്തിൽ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം യേശു ക്രിസ്തു മാത്രമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ആദിയോടന്തം നാം പരിശോധിക്കുമ്പോൾ നമ്മോട് സംസാരിക്കുന്നത് ഈ ലോകത്തിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന, ഒരു രാഷ്ട്രം അഭിമുഖീകരിക്കുന്ന, സമൂഹം അഭിമുഖീകരിക്കുന്ന എന്തുമായിക്കൊള്ളട്ടെ എല്ലാറ്റിൻ്റെയും പരിഹാരം യേശു ക്രിസ്തുവാണ് എന്നുള്ളതാണ്. നമുക്ക് വായിച്ചു കേൾക്കാം. പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അരികെ മേശപ്പുറത്ത് ഉണ്ട്. ദൈവത്തിൻ്റെ മഹത്വം. ഈ സംഭവം ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അടുത്തു. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എടുത്തു. അതിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായപ്പോൾ. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായപ്പോൾ. അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കാം. സമയമായപ്പോൾ. ദൈവമക്കളെ, യഹൂദന്മാരുടെ എല്ലാം മനസ്സിൽ, വീടുകളിൽ, ചിന്തകളിൽ ഒരു കാര്യമാണ്, ഒരു ഉത്സവം നിൽക്കുകയാണ്. ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയുള്ള സമയമാണ്. അന്ന് യഹൂദന്മാരെല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. കാരണം യഹോവയുടെ ഉത്സവമായ പെസഹ പെരുന്നാളിൻ്റെ സമയമെടുത്തിരിക്കുകയാണ്. ക്രിസ്തുമസ് വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 2 കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ഒന്ന് ഒരു കേക്ക്, ഒരു പ്ലം കേക്ക്. മറ്റൊന്ന് ഒരു നക്ഷത്രം. ഏറ്റവും ചുരുങ്ങിയത് ഈ 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. യഹൂദന്മാർക്ക് പെസഹ പെരുന്നാൾ എന്ന് പറയുമ്പോൾ വലിയൊരു ഉത്സവമാണ്. 2 കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. ഒന്ന് പുളിപ്പില്ലാത്ത അപ്പം, എല്ലാ വീടുകളിലും പുളിപ്പില്ലാത്ത അപ്പം, അതവർക്കറിയാം. മറ്റൊന്ന് കുഞ്ഞാടിൻ്റെ രക്തമാണ്, അതവരുടെ ഓർമ്മയാണ്. പണ്ട് അടിമ വീടായ മിസ്രൈമിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചത്, അടിമ വീടായ മിസ്രൈമിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചത് ഒരു കുഞ്ഞാടിൻ്റെ രക്തം, ഒരു കുഞ്ഞാടിനെ അറുത്താണ്. ആ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിലക്കാലുമേലും കുറുമ്പടിമേലും പുരട്ടിയപ്പോൾ സംഹാരകൻ വന്നെങ്കിലും, മിസ്രയീം ദേശത്ത് മുഴുവനും സംഹരിച്ചെങ്കിലും, എല്ലാ വീട്ടിലെയും കടിഞ്ഞൂലിനെ സംഹരിച്ചെങ്കിലും, ഇസ്രായേൽ മക്കളുടെ വീടുകളിൽ സംഹാരകൻ വന്നുവെങ്കിലും അവിടെ ഒന്നും സംഭവിച്ചില്ല. കാരണം ഈ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ദൈവം കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. മോശ മക്കളെ പഠിപ്പിച്ചു. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കുഞ്ഞാടിനെ അറുക്കണം. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക്, യേശു ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലും ഇസ്രായേൽ മക്കൾക്ക്, യഹൂദന്മാർക്ക് പെസഹ എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. വീടുകളിൽ സന്ധ്യാസമയങ്ങളിൽ അതിൻ്റെ അത്താഴം പെസഹ ഭക്ഷിക്കുവാനുള്ള ഒരു ഒരുക്കമാണ്. കർത്താവായ യേശു ക്രിസ്തു അവരോടുകൂടി ഇരിക്കുകയാണ്. ശിഷ്യന്മാരോടുകൂടി ഇരുന്നപ്പോൾ യേശു അപ്പം നുറുക്കി വാഴ്ത്തി അവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യണം. കർത്താവ് വീഞ്ഞെടുത്തു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തം. കർത്താവ് വേറൊന്നും പറഞ്ഞില്ല. എൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി തരുന്നു, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്നു, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്നു, നിങ്ങളിത് ഓർക്കണം. എൻ്റെ രക്തം പാപത്തിൻ്റെ മോചനത്തിന്, കടങ്ങളുടെ പരിഹാരത്തിനായി ചൊരിയപ്പെടുന്നു, നിങ്ങളിത് ഓർക്കണം. യേശുക്രിസ്തു പറയുകയാണ്, എൻ്റെ മരണത്തെ നിങ്ങൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മരണത്തെ നമ്മൾ ഓർക്കാറുണ്ടോ? 1-ാം നൂറ്റാണ്ടിൽ പിതാക്കന്മാർ
അവരെ ഒരുമനപ്പെട്ട് കൂടി വന്നു, ഒരു മനസ്സോട് കൂടി വന്നു, ദിവസം പ്രതി ദേവാലയത്തിൽ പോവുകയുണ്ടായി. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലായിരിക്കും പള്ളിയിൽ പോകുന്നത്. എന്നാൽ അന്നത്തെ കാലത്ത് 1-ാം നൂറ്റാണ്ടിൽ ദിവസം പ്രതി ദേവാലയത്തിൽ പോകുകയാണ്. മാത്രമല്ല, അവർ വീട്ടിൽ അപ്പം തുറക്കുന്നു, അവർ കൂടി വരുന്നു, ഉല്ലാസത്തോടുകൂടെ ഹൃദയ പരമാർത്ഥതയോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു, ദൈവത്തിന്റെ കൃപ അനുഭവിച്ചു വന്നു 1-ാം നൂറ്റാണ്ടിൽ. അതിന്റെ കാരണം എന്താണ്? പെന്തക്കോസ്ത് നാളിലെ അനുഭവത്തിന്റെ കാരണം എന്താണ്? അവർ യേശുവിന്റെ മരണത്തെ ഓർത്തിരുന്നു. യേശു പറഞ്ഞതാണ്, എൻ്റെ മരണത്തെ നിങ്ങൾ ഓർക്കണം, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണം. അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അപ്പം നുറുക്കുമ്പോൾ, നിങ്ങൾ ഭക്ഷണത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവ് വരുവോളം നിങ്ങൾ ഇത് ചെയ്യണം. അപ്പോൾ നിങ്ങൾ യേശുവിൻ്റെ മരണത്തെയാണ് ഓർക്കുന്നത്. ദൈവമക്കളെ, യേശുവിൻ്റെ മരണത്തെ ഓർക്കണം, യേശുവിൻ്റെ മരണത്തെ നമ്മൾ പ്രസ്താവിക്കണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ നമുക്ക് വായിക്കാം അതിൻ്റെ 27-ാമത്തെ വാക്യം. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ, അയോഗ്യമായി നടക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അയോഗ്യമായി നടക്കുന്നതിന്റെ കാരണം യേശുവിൻ്റെ മരണത്തെ ഓർക്കാത്തതാണ്. കാലം കഴിയുന്തോറും അപ്പം നുറുക്കാൻ കൂടി വരുന്നു, ഒരു ചടങ്ങ് പോലെ കൂടി വരുന്നു, ദൈവാലയങ്ങളിൽ കൂടി വരുന്നു, കൂട്ടായ്മയുണ്ട്, പക്ഷേ യേശുവിൻ്റെ മരണത്തെ ഓർക്കുന്നില്ല. അതുകൊണ്ട് അയോഗ്യമായി നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോഗ്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥി, ആരുമായിക്കൊള്ളട്ടെ, യേശുവിൻ്റെ മരണത്തെ ഓർത്താൽ യോഗ്യമായി നടക്കുവാനായി സാധിക്കും. രണ്ടാമത് 28-ാമത്തെ വാക്യം. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. എന്തുകൊണ്ടാണ് പലപ്പോഴും കൂടി വരുമ്പോൾ തന്നെത്താൻ ശോധന ചെയ്യുന്നില്ല? കാരണം യേശുവിൻ്റെ മരണത്തെ ഓർക്കാറില്ല. വളരെ ലളിതമാണ് പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ മരണത്തെ ഓർത്താൽ നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ സാധിക്കും. മറ്റുള്ളവരെ പരിശോധിക്കാനല്ല, നമ്മുടെ ജീവിതത്തിൽ വ്യസനത്തിനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടോ എന്ന്, ദൈവം ദുഃഖിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കുവാനായിട്ട് സാധിക്കും. തന്നെത്താൻ ശോധന ചെയ്യുവാൻ സാധിക്കും നാം യേശുവിൻ്റെ മരണത്തെ ഓർക്കുമ്പോൾ. ദാവീദിന്റെ കാര്യം ഇപ്പോൾ നാം കേട്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് അനുസരണമുണ്ടായിരുന്നില്ല. യോഗ്യമായി നടക്കുന്നത് ഒരു യൗവനക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥി, ഒരു പൈതൽ, ഒരു വീട്ടിൽ എങ്ങനെ പെരുമാറണം എനിക്ക് അറിയാമായിരുന്നില്ല. സൺഡേ സ്കൂളിൽ പോകുമായിരുന്നു, പരിശുദ്ധ മതഭായിൽ ശുശ്രൂഷിക്കുമായിരുന്നു, എൻ്റെ കയ്യിൽ മറുഹസ്യം ഉണ്ടായിരുന്നു, പിന്നെ മെഴുകുതിരി ഉണ്ടായിരുന്നു, ശുശ്രൂഷ കുപ്പായം ഉണ്ടായിരുന്നു, ഞാൻ വായിക്കുമായിരുന്നു ദൈവാലയത്തിൽ. എന്നാൽ യോഗ്യമായി നടക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടുകൂടി ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാവുന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. കുഞ്ഞുങ്ങളെല്ലാം ഇത് കേൾക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? അനുസരണമില്ലാത്തൊരു കുട്ടിയായിരുന്നു എൻ്റെ ബാല്യകാലത്ത് ഞാൻ. ഇപ്പോൾ ദാവീദിനെ കുറിച്ച് കേട്ടു. അവൻ്റെ വീട്ടിലൊരു ഉത്സവം നടക്കുകയാണ്. കല്യാണം പോലെ ഒരു ഉത്സവം നടക്കുമ്പോൾ എല്ലാവരും അവിടെ കാണേണ്ടതല്ലേ? ആ പ്രിയപ്പെട്ട ദാവീദിനെ ആടുമേയ്ക്കാൻ വിട്ടപ്പോൾ അനുസരണത്തോടുകൂടി അവൻ പോയി. എനിക്ക് സാധിക്കുമായിരുന്നില്ല പ്രിയപ്പെട്ടവർ. ഞാൻ അനുസരിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. യോഗ്യമായി നമ്മെ നടത്തുന്നത് എൻ്റെ 18-ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തുവിൻ്റെ വചനം കേട്ടപ്പോൾ, യേശു ക്രിസ്തു മരിച്ചത്, യേശുവിൻ്റെ മരണത്തെ ദൈവദാസൻ എന്നെ ഓർമ്മിപ്പിച്ചപ്പോൾ, യേശു ക്രിസ്തു മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ ദുഃഖിപ്പിക്കുകയാണ്. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് അപ്പോൾ തന്നെ ദൈവം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഞാൻ ദുഃഖിപ്പിക്കുന്നത് എൻ്റെ പാവപ്പെട്ട പിതാവിനെയോ മാതാവിനെയോ അല്ല. അനുസരണമില്ലാത്തവനായി ഞാൻ എൻ്റെ വീട്ടിൽ പെരുമാറുമ്പോൾ, കോപത്തോടുകൂടെ സംസാരിക്കുമ്പോൾ ഞാൻ ദുഃഖിപ്പിക്കുന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനെയാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ യേശുവിനെ പറഞ്ഞു കൊടുക്കണം. മോശ പറഞ്ഞു, നിങ്ങൾ പോരുമ്പോൾ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച ആ ദിവസം നിങ്ങൾ ഓർക്കണം. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ഒരു കുഞ്ഞാടറുക്കപ്പെട്ട ദിവസം. മോശ അന്ന് പറഞ്ഞെങ്കിൽ കർത്താവ് നമ്മോട് പറയുന്നു, നിങ്ങൾ എൻ്റെ മരണം ഓർക്കണം. മോശയുടെ മരണം, കുഞ്ഞാടിന്റെ മരണം ഇസ്രായേൽ മക്കൾക്ക് മാത്രമായിരുന്നു രക്ഷയെങ്കിൽ, യേശുക്രിസ്തുവിന്റെ മരണം സർവ്വലോകത്തിനുമുള്ള മഹാസന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഒരു കാലത്ത് കോവിഡിന്റെ സമയത്ത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തു. ഒരു കാലത്ത് മൊബൈൽ തൊടരുത്, നോക്കരുത് നമ്മൾ പറഞ്ഞിരുന്നു. കോവിഡ് വന്നപ്പോൾ, ഓൺലൈൻ ക്ലാസ് വന്നപ്പോൾ ഏറ്റവും നല്ല മൊബൈൽ നമ്മുടെ കുഞ്ഞിന് വാങ്ങിക്കൊടുത്തു. ഇന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ മൊബൈൽ ഓർത്താണ് നമ്മൾ പലരും
കരയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ മൊബൈൽ കാണുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ സമയം ചെലവഴിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ മരണത്തെ ഓർക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. മറ്റു വഴികളില്ല പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ മരണത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓർത്താൽ അവർക്ക് പാപബോധമുണ്ടാകും. അവർ യോഗ്യതയുള്ളവരായി, യോഗ്യന്മാരായി നടക്കും. അവർ പഠിക്കേണ്ടതുപോലെ പഠിക്കും. മാത്രമല്ല, അവർ തന്നെത്താൻ ശോധന ചെയ്യും. വീണ്ടും അതിന് 29-ാമത്തെ വാക്യം, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ. ശരീരത്തിൽ വിവേചിക്കാഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ വന്ന പാപങ്ങൾ ഏറ്റുപറയും. യേശുവിൻ്റെ മരണത്തെ നമ്മൾ ഓർത്താൽ, ചടങ്ങ് പോലെയല്ല, യേശുവിൻ്റെ മരണത്തെ നമ്മൾ ഓർത്താൽ ശരീരത്തിൽ വന്ന പാപങ്ങൾ നാം ഏറ്റുപറയും. നമ്മുടെ പിതാക്കന്മാർ അവരോർത്തു. തൂക്കപ്പെട്ടു, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നു. പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. യേശുവിൻ്റെ മരണത്തെ നമ്മുടെ പിതാക്കന്മാർ കണ്ടപ്പോൾ അവർ പാപമോചനത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, സത്യമാണ്. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു, വാസ്തവമാണ്. മരണമില്ലാത്തവനാണ് ദൈവം, എന്നാൽ അടുത്തവൻ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ അനുഗ്രഹം ഈ ലോകത്ത് എന്തെങ്കിലും കിട്ടുന്നതല്ല, നമ്മളെ ആരെങ്കിലും ഒന്നും ആക്കുന്നതുമല്ല. ആരുമായില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും പാപമോചനം ലഭിക്കുന്ന വ്യക്തിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അത് കുരിശിൽ നിന്ന് മാത്രമാണ് വരികയുള്ളൂ എന്ന് പിതാക്കന്മാർ മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചത്. പരിശുദ്ധനായ ദൈവത്തോട് അടുക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങൾ കഴുകുന്നു, നമ്മുടെ പാപങ്ങളുടെ മേൽ നമുക്ക് ജയം തരുന്നു. അതുകൊണ്ട് നാം യേശുവിൻ്റെ മരണത്തെ ഓർക്കണം. ജീവിച്ചിരുന്നപ്പോൾ യേശുവിൻ്റെ മരണത്തെ ഓർത്ത ഒരു സ്ത്രീയുണ്ട്. യേശു ജീവിച്ചിരുന്നപ്പോൾ ആ സ്ത്രീ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ഓർക്കുകയുണ്ടായി. അവൾ യേശുവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേൾക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നാം വചനം കേൾക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേൾക്കുന്ന ഏത് വ്യക്തിയിൽ നിന്നും യേശു ആഗ്രഹിക്കുന്ന, സ്വർഗം സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നുള്ളത്. നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടാമാംസിതൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി. ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, മറിയ യേശു അവിടെ വരികയാണ്. യേശുവുണ്ട്, ലാസറുണ്ട്, മാർത്തയുണ്ട്. യേശു അവിടെ ഇരിക്കുമ്പോൾ മറിയ വന്ന് വിലയേറിയ, അവൾ നിധിയായി കണക്കാക്കിയിരുന്ന ആ പരിമള തൈലം പൊട്ടിച്ച് അത് യേശുവിൻ്റെ കാൽക്കൽ ഒഴിക്കുകയാണ്. വേറൊരു സ്ഥലത്ത് യേശുവിൻ്റെ തലയിൽ ഒഴിച്ചു. യേശുവിൻ്റെ കാൽക്കൽ ഒഴിച്ചിട്ട് തലമുടി കൊണ്ട് തുവർത്തി. നമുക്ക് വാസ്തവത്തിൽ അത് കണ്ടാൽ, നമ്മളാണത് കണ്ടു നിൽക്കുന്നതെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ? നമ്മുടെ കപട സദാചാരവും സങ്കുചിതവുമായ മനസ്സ് മേലം വെച്ചിട്ട് ഒരു സ്ത്രീ വന്നിട്ട് യേശുവിൻ്റെ കാൽക്കൽ തൈലം പൂശി തലയിൽ ഒഴിച്ചു, അവളുടെ തലമുടി കൊണ്ട് യേശുവിൻ്റെ കാല് തുവർത്തി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന നാം, ഇത് കേൾക്കുന്ന നാം ചിന്തിക്കൂ, നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ? ദൈവം ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ. അവിടെ അത് കണ്ടുകൊണ്ട് യൂദ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഇതെന്താണത്? ഇത് പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നല്ലോ, ഈ കാശെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നല്ലോ. കർത്താവ് പറഞ്ഞു, അവളെ വിടുക. അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയാണ് ചെയ്തത്. അവൾ തന്നാൽ ആവത് ചെയ്തു. അവൾ എന്താണ് ചെയ്തത്? അതെല്ലാം അവൾ ചെയ്യുമ്പോഴും അവളുടെ മനസ്സിൽ എന്തായിരുന്നുവെന്ന് കർത്താവ് പറയുന്നുണ്ട് 7-ാമത്തെ വാക്യം. യേശുവോ അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി. ദൈവത്തിന്റെ മഹത്വം. പ്രിയപ്പെട്ടവരെ, അവളത് ചെയ്യുമ്പോൾ അവളുടെ ഉള്ളിൽ യേശുവിൻ്റെ മരണമാണ്. അവളോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും ഉപമകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും യേശു മരിക്കാൻ പോകുന്നുവെന്ന് തൻ്റെ പ്രിയപ്പെട്ടവളോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആസന്നമായ യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ഈ മറിയയോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവളതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. കരുണയുള്ള ആ മറിയ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് യേശുവിൻ്റെ മരണം അടുത്തല്ലോ എന്ന് പറഞ്ഞു. അവൾ ഒന്നും സംസാരിച്ചില്ല. അവൾ അവിടെ വന്നിട്ട് അവളുടെ വിതുമ്പുന്ന ഹൃദയത്തോടുകൂടെ അവളുടെ ഹൃദയം എത്രമാത്രം വേദനിച്ചുവെന്ന് കർത്താവ് കാണുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു കുഞ്ഞാടാണ്. നാളുകളായി യഹൂദന്മാർ കരുതിയിരുന്ന പെസഹ കുഞ്ഞാടാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഈ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുവാൻ പോകുന്നു. ഇവൻ്റെ മരണം, യേശുവിൻ്റെ ശവസംസ്കാരം, കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചാണ്
ആ സ്ത്രീ ഓർത്തത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നമ്മിൽ നിന്ന് സ്വർഗം ആഗ്രഹിക്കുന്നത് നാം എപ്പോഴും യേശുവിൻ്റെ മരണത്തെ ഓർക്കണം എന്നുള്ളതാണ്. പിതാക്കന്മാർ പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കണം. ആ സ്ത്രീ അത് പറയുമ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യൻ, അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ശിഷ്യനാണ്, കർത്താവ് അയച്ചിട്ടുള്ള ആളാണ്, എത്രയോ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്ത ഒരു ഫൈനാൻസിന്റെ ഉത്തരവാദിത്തം എടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്നിട്ടും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നത് അവൻ കള്ളനാണെന്നാണ് വേദപുസ്തകത്തിൽ വായിക്കുന്നത്. കള്ളനാകുന്നു. ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാതെ മറ്റുള്ളവരെ വിമർശിക്കുന്ന കള്ളന്റെ സ്വഭാവമാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ നിഷ്കളങ്കയായ, കർത്താവിനെ സ്നേഹിക്കുന്ന, വചനം സ്നേഹിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന ആ സ്ത്രീ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ഓർത്തു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. അതുമാത്രമല്ല, ആ കർത്താവ് പറഞ്ഞു, ലോകത്തിൽ എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കുമോ അവിടെയെല്ലാം ഈ സ്ത്രീ ചെയ്തത് പറയണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. നമുക്ക് വായിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. യേശുവിനെ ധ്യാനിക്കണം. യേശുവിനെ ധ്യാനിക്കണം എന്ന് പറയുമ്പോൾ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ധ്യാനിക്കാം. അത് വായിക്കാൻ സമയമില്ല. അവിടെ പറയുന്നത് അപമാനം അലക്ഷ്യമാക്കിയ കർത്താവാണ്. അപമാനം സഹിച്ച കർത്താവ് എപ്പോഴാണ്? കർത്താവ് ഏത് പ്രായത്തിലാണ്? ശിശുവായിരുന്നപ്പോഴല്ല. അപമാനം അലക്ഷ്യമാക്കി കർത്താവിനെ പരിഹസിച്ചു, കർത്താവിൻ്റെ തലയിൽ അടിച്ചു, അവനെ തുപ്പി, കുന്തം കൊണ്ട് കുത്തി, അവനെ വസ്ത്രമില്ലാത്തവനാക്കി. അവൻ പരിഹസിക്കപ്പെട്ടു. രാജാവേ ജയ ജയ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആരാധിക്കുകയല്ല, അവനെ പരിഹസിച്ചു. ആ പരിഹസിക്കപ്പെട്ട ക്രിസ്തുവിനെ നാം ധ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും പ്രിയപ്പെട്ടവരെ? മടുപ്പും ക്ഷീണവും എല്ലാം മാറും. 2000 കാലഘട്ടത്തിൽ ഈ ലോകത്ത് ഒരു വലിയ ക്ഷീണം ബാധിച്ചു. ഒരു കീടം ബാധ, രോഗത്തിൻ്റെ ബാധയുണ്ടായി. അതിനുശേഷം അനേകം ആളുകൾ, ഇപ്പോൾ നമുക്കറിയാം, ചിലർ വളരെ നേരത്തെ മരിക്കുന്നു. നമ്മൾ പറയാറുണ്ട് കോവിഡിൻ്റെ ഇഫക്റ്റാണ്, അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ ഇഫക്റ്റാണ്. അത് ആത്മീയമായിട്ടും ബാധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അനേകർ നേരത്തെ കടന്നു പോകുന്നു, അനേകർക്ക് മടുപ്പും ക്ഷീണവും വരുന്നു. ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല, ആത്മീകമായിട്ടും ഒരു മുരടിപ്പ് സംഭവിക്കുന്നുണ്ട്. മറ്റുള്ളവരിലേക്ക് നോക്കാനല്ല, ശാന്തമായി നാം ചിന്തിക്കണം. കാലഘട്ടത്തെ നാം മനസ്സിലാക്കണം. എന്നാൽ യേശുവിനെ ധ്യാനിച്ചാൽ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നാം നോക്കിയാൽ, നമ്മുടെ ഓട്ടം നമുക്ക് സ്ഥിരതയോടുകൂടെ ഓടുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകരും നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. ശാന്തമായി നാം ചിന്തിക്കണം. നാം മുന്നോട്ട് മുന്നേറുന്നവരാണോ അതോ അവിടെ തന്നെ നിൽക്കുകയാണ്? 2023 മെയ് മാസം ആദ്യത്തെ ആഴ്ചയിൽ ആമസോൺ മഴക്കാടുകൾ, അമേരിക്കയിലെ രാജ്യങ്ങളിൽ വ്യാപരിച്ചു കിടക്കുന്ന ആമസോൺ മഴക്കാടുകളിൽ ഒരു സംഭവം ഉണ്ടായി. അവിടെ യാത്ര ചെയ്യുന്നത് ചെറിയ വിമാനത്തിലാണ്. ചെറിയ വിമാനത്തിൽ ഒരമ്മയും 4 കുഞ്ഞുങ്ങളും നാളുകളായി തൻ്റെ അപ്പനെ കാണാൻ സാധിക്കുന്നില്ല. കാണാൻ വേണ്ടിയിട്ട് ആ വിമാനത്തിൽ പോവുകയാണ്. പോകുന്ന വഴിക്ക് ആ മഴക്കാടിൽ വിമാനം തകർന്ന് അവരെല്ലാവരും താഴേക്ക് പതിച്ചു. പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചു? ഈ അമ്മ മരിച്ചുപോയി, കൂടെയുണ്ടായിരുന്ന മുതിർന്നവർ മരിച്ചുപോയി. ഈ 4 കുഞ്ഞുങ്ങൾ മാത്രം ശേഷിച്ചു. മഴക്കാടുകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നിർത്താതെ പെയ്യുന്ന മഴയാണ്. അവിടെ ഗറില്ലയുടെ സാന്നിധ്യമുണ്ട്. ആയുധധാരികളായിട്ടുള്ള മയക്കുമരുന്ന് സംഘങ്ങളുടെ ഒളിത്താവളങ്ങളാണ് ഈ മഴക്കാടുകൾ. അവിടെ വിഷപ്പാമ്പുകളുണ്ട്, പുലികളുണ്ട്, പ്രത്യേക വർഗത്തിലുള്ളത്. അങ്ങനെ നട്ടുച്ചയ്ക്ക് പോലും കൂരിരുട്ടിന്റെ പ്രതീതിയുള്ള ഈ മഴക്കാടുകളിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ, മൂത്ത പെൺകുട്ടിയുടെ പ്രായം 13 വയസ്സ്, ഇളയ ആൺകുട്ടി, അവൻ്റെ പേര് ക്രിസ്ത്യൻ എന്നാണ്, അവന് 11 മാസം പ്രായം. 4 കുഞ്ഞുങ്ങൾ ആ കാട്ടിനകത്ത് അകപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് മരിച്ചു കിടക്കുന്ന ആ കുഞ്ഞുങ്ങൾ കണ്ണുകൊണ്ട് കാണുകയാണ്. ജീവിതത്തിൽ പല സമയങ്ങളിലും പല നിസ്സാര പ്രതിസന്ധികളുടെയും മുന്നിൽ പകച്ചു നിൽക്കുന്നവരാണ് നമ്മൾ ഈ കഥയൊന്ന് കേൾക്കണം. കഥയല്ല, സംഭവമാണ്. എന്ത് സംഭവിച്ചു? ഈ കുഞ്ഞുങ്ങളുടെ അമ്മ മരിച്ചു കിടക്കുകയാണ്. അതുങ്ങൾ കരഞ്ഞ് കരഞ്ഞ് വിലപിച്ച് അവിടെ തന്നെ വേണമെങ്കിൽ നിൽക്കാം. ആരെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ വരും തകർന്ന വിമാനത്തിനടുക്കിലേക്കെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് വിചാരിച്ച് അവിടെ തന്നെ നിൽക്കാം. എന്നവരത് ചെയ്തില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ, തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയുടെ മരണം അവർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരവിടെ നിന്ന് മാറുവാനായിട്ട് തീരുമാനിച്ചു. അവരവിടെ നിന്ന് ചലിക്കുവാനായിട്ട് തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, രക്ഷാ ദൗത്യ ആളുകൾ അവരെ കണ്ടെത്തിയപ്പോൾ
ഏകദേശം 5 കിലോമീറ്റർ മാറിയാണ് അവരെ കണ്ടത്. അതിലും എത്രയോ ദൂരം അവർ സഞ്ചരിച്ചിരിക്കുക. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷാദത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ അവിടെ തന്നെ നാം ഒരിക്കലും നിന്നു പോകരുത്. നമുക്കൊരു നായകൻ നോക്കുവാനുണ്ട് പ്രിയപ്പെട്ടവരെ. ആ കുഞ്ഞിൻ്റെ പേര് ക്രിസ്ത്യൻ എന്നാണ്. ഞാനത് വായിച്ചപ്പോൾ ക്രിസ്ത്യൻ എന്ന് പറയുന്ന ആ കുഞ്ഞ് തൻ്റെ അപ്പനെ കാണുവാനായിട്ട് പോയി. അവരപ്പനെ കണ്ടു. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യൻ, നമ്മൾ ഓരോരുത്തരും ക്രിസ്ത്യനാണ്. നമ്മുടെ അപ്പൻ നമ്മൾ നോക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിയാൽ, യേശുവിൻ്റെ കുരിശിനെ നോക്കിയാൽ നമ്മൾ അക്കരെ എത്തും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ മരണയോർദാൻ എന്ന് പറഞ്ഞൊരു കടവ്, ഒരു നദിയുണ്ട്. എന്നാൽ ആ നദി കടക്കുവാൻ നമ്മെ സഹായിക്കുന്നത് യേശുവിൻ്റെ കരമാണ്. പത്രോസ് വീഴാറായി, യേശുവേ ഞാൻ മുങ്ങി താണു പോകുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ യേശു പറഞ്ഞു, മോനെ, നീ ഈ കൈ പിടിച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ കരത്തിൽ നമുക്ക് പിടിക്കണം. വിശ്വാസത്തോടുകൂടെ വിശ്വാസ നായകൻ യേശുവിൻ്റെ കരത്തിൽ നമ്മൾ പിടിച്ചാൽ, അവൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കിയാൽ, നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളെ അക്കരെ എത്തിക്കും, ഒരു സംശയവുമില്ല. ദൈവത്തിന് സ്തോത്രം. സമാഗമന കൂടാരത്തിൻ്റെ ആദ്യം തന്നെ കാണുന്നത് ഒരു താമ്ര യാഗപീഠമാണ്. ഖദിരമരം കൊണ്ട് നിർമ്മിച്ച താമ്രം പൊതിഞ്ഞ ആ യാഗപീഠം, അത് തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എപ്പോഴും 24 മണിക്കൂറും യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മരണത്തെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ കർത്താവ് നമ്മെക്കുറിച്ച് സന്തോഷിക്കും. യേശുവിൻ്റെ മരണത്തെ നാം ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ഉണ്ടാകും. നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. പ്രാകാരത്തിൽ എൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ, യാഗപീഠം അവനത്രേ, എന്നും എൻ്റെ രക്ഷയവൻ, യാഗപീഠം അവനത്രേ, എന്നും എൻ്റെ രക്ഷയവൻ. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അവിടുത്തെ മരണത്തെ ഞങ്ങളിപ്പോൾ ഓർക്കുന്നു പിതാവേ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. യേശുവേ, അവിടുന്ന് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ പിതാവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ കർത്താവേ. ഞങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ കാക്കണമേ പിതാവേ. അനേക ആവശ്യഭാരങ്ങളുമായി ഇതിൻ്റെ നടുവിൽ ഈ വചനം കേൾക്കുന്നവർ ഉണ്ടല്ലോ പിതാവേ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അവിടുന്ന് അറിയുന്നല്ലോ കർത്താവേ. എല്ലാറ്റിനും അവിടുന്ന് പരിഹാരമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ.